ബ്രില്യൻസ് എഡ്യു അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കേരളത്തിലെ ഗതാഗത മാർഗങ്ങൾ എന്ന ടോപ്പിക്കാണ്. റോഡ് ഗതാഗതം, വ്യോമ ഗതാഗതം, ജലഗതാഗതം, റെയിൽ ഗതാഗതം എന്നിങ്ങനെ 4 ഗതാഗത മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇതിൽ ആദ്യത്തെ റോഡ് ഗതാഗത മാർഗത്തെ കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. റോഡ് ഗതാഗത മാർഗത്തിന് മുന്നോടിയായി നമ്മുടെ തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നത് 1938 ട്രാവൻകൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നത് 1938 ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്ത തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു സർ CP രാമസ്വാമി അയ്യർ. സർ CP രാമസ്വാമി അയ്യരായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രൂപീകരിക്കുന്നതിന് മുൻകൈ എടുത്ത തിരുവിതാംകൂർ ദിവൻ. അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു, നമുക്കറിയാം, 1938 കാലഘട്ടം നമുക്കറിയാവുന്നതാണ്. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മയാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ പ്രധാന റോഡ് എന്ന് പറയുന്നത് MC റോഡാണ്. കേരളത്തിലെ ആദ്യത്തെ പ്രധാന റോഡ് എന്ന് പറയുന്നത് MC റോഡാണ്. MC റോഡ് അറിയപ്പെടുന്ന പേരാണ് SH1, സ്റ്റേറ്റ് ഹൈവേ 1 എന്നറിയപ്പെടുന്നത് MC റോഡ് ആണ്. MC റോഡ് പണിയെടുപ്പിച്ച ദിവാനായിരുന്നു ആര്? രാജാ കേശവദാസ് ആയിരുന്നു. അപ്പൊ MC റോഡ് പണിയെടുപ്പിച്ച ഭരണാധികാരി ആരാണ്? രാജാ കേശവദാസ് ആണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പട്ടണമാണ് കേശവദാസപുരം. രാജാ കേശവദാസിന്റെ പേരിൽ അറിയപ്പെടുന്ന പട്ടണം ഏതാണ്? കേശവദാസപുരമാണ്. ഈ MC റോഡ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് തിരുവനന്തപുരത്തെ കേശവദാസപുരം മുതൽ എറണാകുളം ജില്ലയിലെ അങ്കമാലി വരെ ഉള്ള റോഡാണ് എന്ന് പറയുന്നത് MC റോഡ് എന്ന് പറയുന്നത്. ഈ MC റോഡിന്റെ നവീകരണത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനമാണ് ലോകബാങ്ക്. ഇപ്പൊ ലോകബാങ്ക് സഹായത്തോടെയാണ് MC റോഡിന്റെ സ്റ്റേറ്റ് ഹൈവേ 1ന്റെ പണി നടക്കുന്നത്. MC റോഡിന് സാമ്പത്തിക സഹായം നൽകുന്ന സ്ഥാപനം ഏതാണ്? ലോകബാങ്ക് ആണ്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് ആണ് എന്ന് പറയുന്നത് MC റോഡ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ലയാണ്, നമുക്കറിയാവുന്നതാണ്, എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ല PSCയുടെ പ്രീവിയസ് ചോദ്യം കൂടിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ലയാണ് എറണാകുളം. കുറവുള്ള ജില്ലയാണ് വയനാട്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ല എറണാകുളമാണ്, കുറവുള്ള ജില്ല വയനാട് ആണ്. എന്നാൽ പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ് ഏത്? കോട്ടയം. പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കോട്ടയം. ഈ ദേശീയപാതകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. അതുകൂടി ഓർമ്മയിരിക്കണം. ദേശീയപാതകൾ ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം. കുറവ് വയനാട് ജില്ലയാണ്. ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്ന ജില്ലയാണ് എറണാകുളം, കുറവ് വയനാട് ജില്ലയാണ്. ഇനി കേരളത്തിലെ ദേശീയ പാതകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 11. കേരളത്തിലെ ദേശീയ പാതകളുടെ എണ്ണം എത്രയാണ്? 11 എണ്ണമാണ്.